അവള് കെട്ടിക്കോളാൻ പറഞ്ഞു. അപ്പൊ നിനക്ക് അവളങ്ങനെ കെട്ടാറില്ല, എന്റെ തലയിൽ കുരിച്ചൊഴിക്ക് പോല. അല്ല അതല്ല, ഈ സ്റ്റേജ് കെട്ടണ്ട. സ്റ്റേജ് കെട്ടിക്കോളം പറഞ്ഞത് അത് പറയണ്ടേ. എന്നാലും ഒരു ഗൃഹനാഥനായ എന്നോടൊരു വാക്ക് ചോദിച്ചല്ലോ. ഞാൻ ചോദിക്കാൻ വേണ്ടി വീട്ടിൽ വന്നു. അപ്പൊ ചേട്ടനെ കണ്ടില്ല. പകരം ചേട്ടന്റെ ഭാര്യയോട് ചോദിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഭാര്യയുടെ ഒരു അവസ്ഥ കാണണം. തല ചുറ്റി ബോധം കെട്ട് കിടക്കല്ലേ. ഇത് കണ്ടിട്ട് നമുക്ക് പോരാൻ പറ്റുമോ? അപ്പൊ ഞാൻ അവിടെ ചെന്നിട്ട് ആളെ കോരിന്റെ എടുത്ത് അകത്ത് കൊണ്ടുപോയ കട്ടൽ മണ്ട കിടത്തി. എന്നിട്ടൊരു വാമും വിക്സൊക്കെ എടുത്ത് തലയിലണ്ട് പുരട്ടി നന്നായി ഒഴിഞ്ഞു കൊടുത്ത് ഒരു പുതപ്പണ്ട് മൂടിക്കാൻ ഞാൻ പോകുന്നത്. അതാണ് ഉത്തരവാദിത്വം. മനസ്സിലായി? എനിക്ക് പോലും ഈ അവസരങ്ങൾ തന്നിട്ടില്ല. അല്ല അതൊക്കെ പോട്ടെ, ചേച്ചിയുടെ തലവേദനയൊക്കെ മാറിയാ? അവളുടെ ജലദോഷമൊക്കെ മാറിയടാ മോനെ. പക്ഷെ നീ വന്നു പോയിന്റെ പേരുദോഷം വരെ മാറിയില്ല. അല്ല ചേട്ടാ, ചേട്ടന് വല്ല ഉത്തരവാദിത്വം ഉണ്ടോ? വീട് നോക്കണില്ലെന്ന് പറഞ്ഞിട്ടല്ലോ. ഞാനേ മിനിഞ്ഞാന്ന് സെക്കൻഡ് ഷോ വിട്ടിട്ട് വരുമ്പോ രാത്രി 12 മണിക്ക് വരുമ്പോ ചേട്ടൻ ചൂട്ട് പന്തം കത്തിച്ചിട്ട് നടക്കണ്ടല്ലോ വീടിന് ചുറ്റോറം. എന്റെ ഭാര്യയ്ക്കൊരു പരാതി ഉണ്ട്. മാത്രം നോക്കുള്ളൂ, കുടുംബം നോക്കില്ല. അപ്പൊ രാത്രി 12 മണി വരെ പന്തം കത്തിച്ച് ഞാൻ കുടുംബം നോക്കി നടക്കുക. അതൊക്കെറിയോ? അപ്പൊ അത് ശരി. അപ്പൊ അതാണ് കാര്യം. അതെ, അതൊക്കെ പോട്ടെ. ഞാൻ ഇവിടെ ഒരു നല്ലൊരു പരിപാടി അവതരിപ്പിക്കാൻ പോവാണ്. കിസ് മത്സരമാണ് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ ഒരുപാട് ചോദ്യങ്ങൾ ഇവിടെ ചോദിക്കാനുണ്ട്. അപ്പൊ നിങ്ങൾ ഉത്തരങ്ങൾ പറയുക. ഉത്തരങ്ങൾ പറയുമ്പോൾ ഒരുപാട് സമ്മാനങ്ങൾ ഇവിടെ വേദി. പക്ഷെ ചന്ദ്രന്റെ ചോദിക്കാതെ സ്റ്റേജ് വെച്ച് കെട്ടി കഴിഞ്ഞാൽ നീ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം അവർ പറഞ്ഞില്ലെങ്കിൽ ഇതിന്റെ കട്ടപ്പണിക്കാരനാ. കട്ടപ്പണി എന്ന് പറഞ്ഞ വെല്ലടി. പോട്ടെ, ഞങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഉത്തരങ്ങൾ കറക്റ്റ് ആയിട്ട് പറയണം. പെട്ടെന്ന് നട്ടാൽ പിടിക്കുന്ന ചെടിയത് അതെങ്ങനെ ഞാൻ പറയട്ടെ. കഴിഞ്ഞ ആഴ്ച നട്ടത് പോലീസ് അത് പോട്ടെ. ഇത് ഇവരെ കൊണ്ട് ചോദ്യം ഉത്തരം പറയിപ്പിക്കരുത്. നിങ്ങൾ പറയണോട്ടോ, എന്നാലും നമുക്ക് സമ്മാനം കിട്ടുള്ളൂ. അപ്പൊ അടുത്തൊരു ചോദ്യം ചോദിക്കാം. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് എന്ത്? എന്തത്? വെള്ളടിക്കുന്ന കാര്യം മാത്രമല്ല പറയാനുള്ളത്. ഇതൊരു കാര്യം പറഞ്ഞേക്കാം, നിങ്ങൾ ഉത്തരം പറയരുത്. ഞാൻ ചോദ്യം ചോദിക്കട്ടെ. വെള്ളം വെക്കല്ലേ? ഞാൻ ചോദിക്കട്ടടാ, ഇന്റെ കട്ടന്റെ പൈസ ഇവിടെ ഓരോ ചോദിക്കട്ടെ. അത് പിന്നെ കട്ടന്റെ പൈസ ഒരു 300 രൂപ ലഭിക്കും. 300 രൂപ തരാൻ പറ്റില്ല. ഇല്ല, ഹിസാബ് ഉണ്ടായിന്നൊക്കെ ഹിസാബിനെടുത്ത് കൊടുത്തില്ലേ 300? അപ്പൊ മൊത്തത്തിൽ ഞാൻ കൊടുത്തോ? അപ്പൊ ചലിച്ചിട്ട് കാര്യമില്ല. ഇതൊന്നും ഓർമ്മിപ്പിക്കല്ല. എന്റെ വീട് ജപ്തിയായിട്ട് നിൽക്കുന്നത്. ഓർമ്മിപ്പിക്കരുത്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുന്നു. സ്വയം എരിഞ്ഞു തീരുന്നതെന്ത്? എന്താണ് സ്വയം എരിഞ്ഞു തീരുന്ന വസ്തു? കാജാപൂരി. എന്തൊരു കഷ്ടം. നിങ്ങൾ ഉത്തരം പറയാൻ കേട്ടോ, അല്ലെങ്കിൽ ഇവർ ഓർഡർ ചെയ്യുക, സമ്മാനം ഇവർ കൊണ്ടുപോകും. അത് പോട്ടെ, വേറൊരു ചോദ്യം ചോദിക്കാം. 1നെ 3 ആക്കുമ്പോൾ ഒരാൾക്ക് എന്ത് കിട്ടും? ഒരു കോട്ട് കിട്ടും. കുടിയല്ല മാത്രം പറയരുത്. ഇവിടെ മാന്യമായിട്ടുള്ള ആൾക്കാർ ഇരിക്കുന്ന സ്ഥലമാണ്. അപ്പൊ അത്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല. മനസ്സിലായോ? ഞാൻ പാട്ടൊക്കെ പാടും. അല്ല, ഈ ക്വസ്റ്റ്യൻ ആൻസർ കഴിഞ്ഞാൽ പിന്നെ പാട്ടിലേക്ക് കടക്കാന്ന് വിചാരിച്ചിരിക്കരുത്. ഞാൻ സ്വന്തമായിട്ട് പാടുന്ന ആളാണ്. ചന്ദ്രൻ ഞാൻ ആദ്യമായിട്ട് പാടിയ പാട്ടെന്നറിയാം.